കുറച്ച് ദിവസമായിട്ട് വണ്ടിയെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി തൊട്ട് വണ്ടി എത്ര സ്പീഡിൽ പോയാലും ഈ സ്പീഡോമീറ്ററിൽ ഈ സീറോ മാറാതെ സീറോ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് എന്തോന്നാണ് പ്രശ്നമെന്ന് ഇനി കണ്ടുപിടിച്ചിട്ട് അതൊന്ന് ശരിയാക്കണം. ആ ഫ്രണ്ടിലത്തെ കേബിളിൻ്റെ ആണെന്ന് തോന്നുന്നു. അതൊന്ന് ആദ്യം ചെക്ക് ചെയ്യാം. നോക്കിയിട്ട് ഫ്രണ്ടിൽ നിന്ന് സ്പീഡോമീറ്ററിൻ്റെ ഒരു കേബിൾ ഇതിൻ്റെ അടിയിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഒന്ന് ഇത് അഴിച്ചെടുത്ത് നോക്കാൻ വേണ്ടിയാണ് ഇരുന്നത്. അപ്പോൾ അഴിക്കാൻ വേണ്ടി ജസ്റ്റ് പിടിച്ചപ്പോൾ ഈ ഉയരങ്ങ് കട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രശ്നം തോന്നുന്നു. എന്തായാലും ഇത് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലോക്കിംഗ് മെക്കാനിസം മനസ്സിലാക്കാൻ കുറച്ച് ടൈം എടുത്തു. ഞാൻ ചെറുതായിട്ട് പിടിച്ചപ്പോൾ ഇവിടെ നിന്ന് കട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു നേരത്തെ ബ്രേക്കായി ഇരുന്നതാവാന്ന്. ഈ ബാക്കി രണ്ട് ഡോറിലും ചെറിയ രീതിക്ക് കട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ടേപ്പടിച്ച് ഒന്ന് തിരിച്ച് സെറ്റ് ചെയ്ത് നോക്കാം. ഇത് എത്ര 345 രൂപയാണെന്നാണ് ഇതിൻ്റെ പ്രൈസ്. പക്ഷേ ഈ അടുത്താണ് കട്ടായതുകൊണ്ട് ടേപ്പടിച്ചൊക്കെ എത്രമാത്രം വെക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും കുറച്ച് ഫണ്ട് സെറ്റ് ചെയ്തിട്ട് ഇത് സെറ്റോടെ എന്തായാലും മാറണം. ഇതിപ്പോൾ ഈ ഒരാൾ ഇത്രയും ക്ലോസ് ആയിട്ടാണ് കട്ട് ചെയ്തുകൊണ്ടെന്ന് ഇതിൽ ഇനിയിപ്പോൾ ബൈൻഡ് ചെയ്തിട്ട് ടേപ്പടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കൊടുത്തേക്ക് നീ വേറെ ഇളക്കിയിട്ട് ഇതിൻ്റെ അകത്ത് വെച്ച് ഇതിനകത്തോട്ട് വെച്ചിട്ട് എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്ത് ഇതിൻ്റെ അകത്തോട്ട് കയറ്റണം. അതേ ഇനി വഴിയുള്ളൂ. ടാസ്ക് ആയിരുന്നെങ്കിലും സംഭവം ഇപ്പോൾ പക്കയായിട്ട് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മാറേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കാരണം നേരത്തെ ചുമ്മാ ടേപ്പടിച്ച് വെച്ചാൽ മാത്രമേ മാറേണ്ട ആവശ്യം ഉണ്ടാകുള്ളൂ. ഇപ്പോൾ ഞാൻ കറക്റ്റായിട്ട് കയറ്റി സ്ലോട്ട് തന്നെ വെച്ചിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്പീഡ് സെൻസ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് നോക്കാം. സാധനം വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ കണ്ടസ്റ്റായിട്ട് അക്കൗണ്ട് ഒന്ന് ഫോളോ ആക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.